നമസ്കാരം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടികയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് CPI. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചാൽ ഉടൻ തന്നെ പ്രചരണ രംഗത്ത് സജീവമാകുന്നതിന് വേണ്ടിയാണ് CPI ഇത്തവണ നേരത്തെ തന്നെ കരുക്കൾ നീക്കി തുടങ്ങിയിരിക്കുന്നത്. വയനാട്ടിൽ CPIയുടെ ദേശീയ നേതാവായ ആനി രാജയാണ് സാധ്യതാ പട്ടികയിലുള്ളത്. തിരുവനന്തപുരത്ത് മുതിർന്ന CPI നേതാവ് പന്ന്യൻ രവീന്ദ്രനെയാണ് പാർട്ടി പരിഗണിക്കുന്നത്. ശക്തമായ മത്സരം ഇക്കുറി നടക്കാൻ പോകുന്ന ഒരു മണ്ഡലം തൃശൂർ തന്നെയാണ്. പ്രത്യേകിച്ചും അവിടെ വളരെ ശക്തമായ ഒരു ത്രികോണ മത്സരം ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. BJPക്ക് ഏറെ പ്രതീക്ഷകളുള്ള ഒരു മണ്ഡലമാണ്. അവിടെ CPI നിർത്താൻ ഉദ്ദേശിക്കുന്നത് VS സുനിൽകുമാറിനെ തന്നെയാണ്. അദ്ദേഹത്തെ ഇവർ സാധ്യതാ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. മാവേലിക്കരയിലാവട്ടെ AYF നേതാവായ CA അരുൺകുമാറിനെയാണ് പാർട്ടി പരിഗണിക്കുന്നത്. മുതിർന്ന നേതാക്കൾക്കൊപ്പം തന്നെ യുവാക്കൾക്ക് കൂടി പരിഗണന കൊടുക്കുക എന്നതുകൊണ്ടാണ് മാവേലിക്കരയിൽ അരുൺകുമാറിന്റെ പേരുകൾ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. എന്തായാലും AYFന്റെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന അരുൺകുമാർ നിലവിൽ മന്ത്രി P പ്രസാദിന്റെ പേഴ്സണൽ സ്റ്റാഫിലുള്ള ഒരു അംഗം കൂടിയാണ്. CPIയുടെ ദേശീയ നിർവാഹക സമിതി അംഗവും ദേശീയ ജനറൽ സെക്രട്ടറി D രാജയുടെ ഭാര്യയുമായ ആനി രാജയെ തന്നെ വയനാട്ടിൽ CPI മത്സരത്തിന് ഇറക്കുകയാണെങ്കിൽ തീർച്ചയായും അവിടെ ഉണ്ടാകാൻ പോകുന്നത് ശക്തമായ ത്രികോണ മത്സരം തന്നെയായിരിക്കും. കേരളത്തിൽ 4 സീറ്റിലാണ് CPI മത്സരിക്കുന്നത് എന്ന് നമുക്കറിയാം. ദേശീയ നേതാവിനെ കളത്തിൽ ഇറക്കുന്നതോടുകൂടി വയനാട്ടിൽ വലിയ സമ്മർദ്ദം നേരിടാൻ പോകുന്നത് രാഹുൽ ഗാന്ധി തന്നെയായിരിക്കും. ദേശീയ മുഖമുള്ള ഒരു നേതാവിനെ തന്നെ CPI വയനാട്ടിൽ പരിഗണിക്കുമ്പോൾ BJPയും ഇതേ പാത തന്നെ പിന്തുടരാനുള്ള സാധ്യതകൾ ഏറെയാണ്. അതുകൊണ്ട് തന്നെ ഒരു ദേശീയ മുഖത്തെ BJP വയനാട്ടിൽ മത്സരത്തിന് ഇറക്കുകയാണെങ്കിൽ പഴയതുപോലെ രാഹുൽ ഗാന്ധിക്ക് ഒരു സേഫ് മണ്ഡലം എന്ന പ്രതീതി വയനാട്ടിൽ ലഭിക്കില്ല. മറിച്ച് അവിടെ മത്സരം കനക്കും. കൃത്യമായി ഒരു ശക്തമായ ത്രികോണ മത്സരം തന്നെ വയനാട്ടിൽ ഉണ്ടാവാനുള്ള സാധ്യതകളും ഏറെയാണ്. എന്തായാലും CPI മറ്റു പാർട്ടികളെക്കാൾ ഒരു മുഴം മുന്നേ ഇറങ്ങിയിരിക്കുകയാണ്. അവർക്ക് വിജയ സാധ്യതയുള്ള എല്ലാ മണ്ഡലങ്ങളും ഉറപ്പിക്കുക എന്നതിലുപരി ശക്തമായ മത്സരം സമ്മാനിക്കുക എന്ന ലക്ഷ്യം കൂടി ഈ നേരത്തെയുള്ള തയ്യാറെടുപ്പിന് പിന്നിലുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.